ഞാൻ എടുത്തു കൊടുക്കേ? എങ്ങനെ? എനിക്ക് സ്വരലയത്തെക്കുറിച്ചോ വിൽപത്രത്തെക്കുറിച്ചോ അറിയില്ലെന്ന് ദേവേട്ടൻ അറിയാം. പിന്നെ ആര് പറഞ്ഞു ഇതെല്ലാന്ന് എന്നോട് ചോദിക്കില്ലേ? അപ്പോൾ ഞാൻ എന്താ പറയുക? വിൽപത്രത്തെക്കുറിച്ച് മറ്റാർക്കും അറിയില്ല. എന്നാൽ സ്വരലയത്തെക്കുറിച്ച് രാമേട്ടൻ അറിയാം. രാമേട്ടൻ പറഞ്ഞ അറിവാണെന്ന് പറഞ്ഞ് നീ ദേവനെ കൊണ്ട് അവിടേക്ക് പോണം. വിൽപത്രത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ തുറന്നു വായിച്ചിട്ടില്ല. അതെന്തായാലും മക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടായിരിക്കും അദ്ദേഹം ചെയ്തിരിക്കുക. നീ അതെടുത്ത് ദേവന് കൊടുക്കണം. എനിക്കതിന് കഴിയുമെന്നറിയില്ല. ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഗൗരി അവിടുന്ന് ദേവൻ്റെ റൂമിലേക്ക് പോന്നു. ദേവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ അവൻ്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു. എനിക്ക് മെൻ്റലായിരുന്നു, അതുകൊണ്ട് അവൻ പറഞ്ഞത് അവൾ ഓർത്തു. അവളുടെ മനസ്സിലൂടെ അവൻ്റെ പല പ്രവൃത്തികളും ഭാവമാറ്റങ്ങളും കടന്നുപോയി. പകയുടെ പേരിൽ ഒരു ഭ്രാന്തനെ പോലെ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്, നിഷ്കരുണം സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവന്ന് തള്ളിവിട്ടത്, നിസാര കാര്യത്തിന് രവിയെ അടിച്ചത്, എല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇതിനെല്ലാം കാരണം അപ്പം അതായിരുന്നോ? അവൾക്കാകെ വല്ലായ്മ തോന്നി. സഹതാപത്തോടെ കുറച്ചുനേരം നോക്കി നിന്ന ശേഷം ബെഡിൽ കിടന്നിരുന്ന പുതപ്പെടുത്ത് പുതച്ചു കൊടുത്തു. അവൾ അവിടുന്ന് നേരെ രവി കിടക്കുന്ന റൂമിലേക്ക് പോയി. എന്തൊക്കെയോ അവൾക്ക് ചോദിക്കാനുണ്ടെന്ന് ആ മുഖം വ്യക്തമാണെന്ന് രവി തിരിച്ചറിഞ്ഞു. എന്നാൽ ഒന്നും തന്നെ അവൾ ചോദിക്കാൻ തയ്യാറായില്ല. അവൾ ഒന്ന് അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചതിനു ശേഷം പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ഗൗരി, നീ കഴിച്ചു കിടന്നോ? സാറേ, നീ നാളെ രാവിലെ എഴുന്നേൽക്കൂ. അപ്പോൾ സുഭാഷ് രവിക്ക് കഴിക്കാനുള്ളതെടുത്ത് റൂമിലേക്ക് വന്നു. കഴിക്കൽ കഴിഞ്ഞ് ഗൗരി അവളുടെ റൂമിലേക്ക് പോയി. അവൾക്ക് ഒരു സ്വസ്ഥതയുമില്ലാതെ റൂമിലൂടെ നടന്നു. അവളുടെ മനസ്സിലൂടെ ദേവനുമൊത്തുള്ള ചില നിമിഷങ്ങൾ കടന്നുപോയി. ഒട്ടും ഇഷ്ടല്ലാതെയും നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയും എനിക്ക് വേണ്ടി നീ തൊടുന്ന ഈ സിന്ദൂരവും പോരെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ? ഞാൻ കാത്തിരിക്കാം. നിന്റെ മനസ്സ് ഇപ്പം എന്നോട് ദേഷ്യത്തിലായിരിക്കാം. നിന്റെ മനസ്സിൽ എന്നോട് എന്തു തന്നെ ആയാലും എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഇനി എന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ ശ്വാസത്തിൽ പോലും നിന്റെ പേരുള്ളപ്പോൾ നീ മറ്റൊരോർമ്മയിൽ ലയിച്ചു ചേരുന്നത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറാ. ഒന്നുകിൽ നീ പൂർണ്ണമായും എൻ്റേതാവുക, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി മായുക. നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, പൊയ്ക്കോ. നീ സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്നവൻ്റെ കൂടെ ജീവിക്കാൻ. അത് കാണാൻ എനിക്ക് കഴിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മനസ്സ് വിങ്ങിപ്പൊട്ടി. അവൾ കണ്ണുനീർ തുടച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ദേവൻ്റെ റൂമിന് മുന്നിലെത്തി ഡോർ തുറന്ന് അകത്ത് കയറിയതും അവൻ്റെ അരികിലിരുന്ന് നെറുകയിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ടിരിക്കുന്ന ഭാനു പെട്ടെന്ന് ഞെട്ടി ഗൗരിയെ നോക്കി. ഹോ, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആഹാ, മകൻ്റെ അടുത്തിരുന്ന് അമ്മ മകനെ സ്നേഹിക്കുകയാണോ? ഇവനറിയാതെയല്ലേ എനിക്കിവനെ സ്നേഹിക്കാൻ കഴിയൂ. എല്ലാം ഒരിക്കൽ ശരിയാവും അമ്മേ, വിഷമിക്കാതെ. ഭാനു അവിടുന്ന് എഴുന്നേറ്റ് വാത്സല്യത്തോടെ ഗൗരിയുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ചിരിക്കാൻ മറന്നുപോയ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിനിപ്പോൾ ഒരാശ്വാസം നീയാ. നീ എൻ്റെ മകനിൽ നിന്ന് അകന്നു പോയാൽ അതവന് സഹിക്കാൻ കഴിയില്ല. അതിവനെ വീണ്ടും തളർത്തും. ഞാനിത് പറയാൻ കാരണം എന്താണെന്നായിരിക്കും നീ ഇപ്പം ചിന്തിക്കുന്നത്. അന്ന് സ്റ്റോർ റൂമിൽ നിന്ന് രവി നിന്നെ ആ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തിയപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിൽ വെച്ച് ഞാനാ റൂമിൽ കൊണ്ടുവന്ന് വെച്ചത്. അതിൽ ഞാനന്ന് ഒരു താലിമാല കണ്ടിരുന്നു. നീ അത് ഇത്രയും ഭദ്രമായി സൂക്ഷിക്കണമെങ്കിൽ നിനക്കത് വളരെ പ്രിയപ്പെട്ടതായിരിക്കണം. അമ്മയുടെ സ്വാർത്ഥതയാണെന്ന് നിനക്ക് തോന്നരുത്. എൻ്റെ മോനെ വിട്ട് നീ ഒരിടത്തും പോകരുത് മോളെ. ഇവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിനക്കേ കഴിയൂ. നീ ഇവനെ വിട്ടു പോയാൽ ഇവന് പിന്നൊരു ജീവിതം ഉണ്ടാവില്ല. ഭാനുവിൻ്റെ വാക്കുകൾ കേട്ട് ഗൗരി ഒന്നു പതറി. സത്യങ്ങൾ മറച്ചു വെക്കേണ്ടി വന്നതിൽ അവൾക്ക് വല്ലാതെ കുറ്റബോധം തോന്നി. അമ്മയുടെ മോന് നല്ലൊരു ജീവിതം ഉണ്ടാവും, എന്നെ വിശ്വസിക്കൂ. എനിക്കിത് കേട്ടാൽ മതി. സന്തോഷായി. അമ്മ കിടക്കല്ലേ? ഇന്ന് മുഴുവൻ ഞാൻ എൻ്റെ മോൻ്റെ അടുത്തിരിക്കുക. മോള് പോയി കിടന്നോ. അവൾ അവിടുന്ന് പോന്നു. സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിച്ചു, കഴിയില്ല എനിക്ക് ദേവേട്ടൻ്റെ ജീവിതം പാതി വഴിയിൽ അവസാനിക്കുന്നത് കാണാൻ. അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞാൻ മനുവേട്ടൻ്റെ അടുത്തേക്ക് തിരികെ ചെല്ലുന്നതിന് മുൻപ് ദേവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ മനുവേട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അവൾ ഉള്ളിൽ ഇപ്രകാരം ആലോചിച്ച് ആകുലതയോടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് സുഭാഷ് വിളിച്ചു, ഗൗരി.
പെട്ടെന്നുള്ള ആ വിളിയിൽ അവൾ ഞെട്ടിയുണർന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ ചോദിച്ചു, എന്തേ? ഗൗരിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ സുഭാഷ് അവൾക്ക് തൊട്ടടുത്തെത്തി. അവൻ്റെ കണ്ണുകളിൽ വല്ലാതൊരു ഭാവം മിന്നിമറഞ്ഞു. അല്പം മദ്യത്തിൻ്റെ മണം അവനിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അസ്വസ്ഥതയോടെ ഗൗരി ഒന്ന് പിന്നോട്ട് മാറി. എവിടെ പോയതായിരുന്നു? സാധാരണ മറ്റ് ദിവസങ്ങളിൽ സാർ ഗൗരിയെ തേടിയായിരുന്നു വരുന്നത്. ഇന്ന് സാറിനെ കാണാത്തതുകൊണ്ട് അങ്ങോട്ട് തേടിപ്പോയതാണോ? സുഭാഷിൻ്റെ വാക്കുകൾ കേട്ട് ഗൗരിയുടെ മുഖം വിളറിപ്പോയി. അവൾ ദേഷ്യത്തോടെയും പേടിയോടെയും അവനെ നോക്കി. എന്താ ഈ പറയുന്നത് സുഭാഷ്? മര്യാദയ്ക്ക് സംസാരിക്കണം. അവനൊരു കുടിലമായ ചിരിയോടെ വീണ്ടും അവൾക്കടുത്തേക്ക് നീങ്ങി. മര്യാദയ്ക്ക് അവിടെ നിൽക്കട്ടെ ഗൗരി. ആരും അറിയാൻ പോകുന്നില്ല. ഞാൻ ഉറപ്പ് തരാം. ഇന്നിപ്പോൾ സാർ ഉറങ്ങല്ലേ? എന്നെ പേടിക്കണ്ട. നമുക്ക് ഈ സമയം നന്നായി ഉപയോഗിക്കാം. ഇന്ന് രാത്രി നീ എൻ്റേതായി കൂടെ? അവൻ കൈകൾ പതിയെ അവൾക്ക് നേരെ നീട്ടി. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ തൻ്റെ കൈകൾ കൊണ്ട് അവനെ തള്ളിയകറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ തൊട്ടുപോകരുത്. നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മോശം പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്റെ ഈ അഴുക്ക് നിറഞ്ഞ ചിന്തകൾ എനിക്ക് നേരെ വേണ്ട. സുഭാഷ് ഒട്ടും കൂസാതെ അവളുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഈ കാണിക്കുന്ന നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പല തവണ ഞാൻ കണ്ടിട്ടുണ്ട് സാർ ഇവിടെ വന്നു പോകുന്നത്. നീ സാർമാർക്ക് മാത്രമേ കിടന്നു കൊടുക്കുള്ളോ എന്ന് ചോദിച്ചതും ഗൗരി ശക്തിയായി അവൻ്റെ കയ്യിൽ നിന്ന് പിടിപിടിച്ച് ചെകിടത്ത് ആഞ്ഞൊരടി കൊടുത്തു. എടീ എന്ന് വിളിച്ച് സുഭാഷ് അവളുടെ കഴുത്തിൽ മുറുകെ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. അവൾ ശ്വാസത്തിനായി പിടഞ്ഞു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അവൻ്റെ പിടി പതിയെ അയഞ്ഞു. അവൻ കുഴഞ്ഞു താഴെ വീണു. മുന്നിൽ നിലവിളക്ക് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഭാനുവിനെ കണ്ട് അവൾ വിളിച്ചു, അമ്മേ. ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് രവി റൂമിൽ സുഭാഷിനെ കാണാതെ അസ്വസ്ഥനായി വിളിച്ചു, സുഭാഷ്, സുഭാഷ്. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് രവി ഉറക്കെ വിളിച്ചു, ഗൗരി, ഗൗരി. ഗൗരി വേഗം രവിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ വിറയലും പരവേശവും കണ്ട് രവി ചോദിച്ചു, എന്താ ഉണ്ടായത്? അവൻ എന്തെങ്കിലും ചെയ്തോ? പേടിച്ച് വിറച്ച് ഗൗരി ശ്വാസം പോലും നേരാവണ്ണം എടുക്കാൻ കഴിയാതെ നിന്ന് കിതച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താ ഉണ്ടായത്? പറയൂ ഗൗരി. നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? സുഭാഷ്, അവനെ അവനെ അമ്മ തലയ്ക്കടിച്ചു. അവനിപ്പോൾ ബോധമില്ല. അത് കേട്ട് രവി സ്തംഭിച്ചുപോയി. മരിച്ചോ? അറിയില്ല. രവി വാക്കർ കയ്യിലെടുത്ത് അവിടുന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഗൗരി അവനെ പിടിച്ച് സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും രാമേട്ടനും അവിടേക്ക് ഓടിയെത്തി. അയ്യോ, ഇവനെന്താ പറ്റിയത്? ഗൗരിയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരടി കൊടുത്തു. ഈ വിളക്കുകൊണ്ട്. ജീവനുണ്ടോ നോക്ക്, രവി പറഞ്ഞു. ഗൗരി അവൻ്റെ അടുത്തിരുന്ന് പൾസ് ചെക്ക് ചെയ്തു. മരിച്ചിട്ടില്ല. ഇവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ? രാമേട്ടൻ ചോദിച്ചു. അത് റിസ്ക്കാ. ഇവൻ ഇവിടെ ജോലിക്ക് നിന്നിരുന്നുവെന്ന് അറിയാവുന്നവരുണ്ട്. ഒരു ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. തല സ്റ്റെപ്പിലിടിച്ച് വീണതാണെന്ന് പറഞ്ഞാൽ മതി, രവി പറഞ്ഞു. ഇവന് ബോധം വന്ന സംഭവം പറയില്ലേ? എന്താ സംഭവിച്ചതെന്ന് ഇവനറിയില്ലല്ലോ. ബോധം വന്നാലും നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് ഇവന് പറയാൻ കഴിയില്ലല്ലോ, ഭാനു പറഞ്ഞു. രവി പറഞ്ഞതുപോലെ ഒരു ടാക്സി വിളിച്ച് ഗൗരിയും രാമേട്ടനും ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.